الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وكم أهلكنا من قرية بطرت معيشتها فتلك مساكنهم لم تسكن من بعدهم إلا قليلا وكنا نحن الوارثين. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പ്രവാചക ദൂതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മാതൃകകളും വസിയ്യത്തുകളും പിൻപറ്റിക്കൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കാതെ, പ്രവാചകനെ അനുസരിക്കാതെ നമ്മൾ എങ്ങോട്ടാണ് പോകാനുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഈ ജീവിതം എന്നും ഇവിടെ നിലനിൽക്കുന്നതല്ല. ഇതൊരു പരീക്ഷണ കാലഘട്ടമാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഇവിടെ ജീവിച്ച് നല്ല നിലയ്ക്ക് ജീവിക്കുന്നവരാരാണ്? നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് മനുഷ്യന്മാർക്ക് നല്ലത് ചെയ്തു കൊടുത്തുകൊണ്ട് ആരാണ് ജീവിക്കുന്നത് എന്ന് പരീക്ഷിക്കാനാണ് അല്ലാഹു ദാറു ഇബ്തിലാഅ്, പരീക്ഷണത്തിൻ്റെ ഒരു ജീവിത കാലഘട്ടമാണ് ഇത്. നമ്മളാരും ആഗ്രഹിച്ചതൊന്നും ഇവിടെ നടക്കുന്നില്ല, കുറച്ചൊക്കെ അല്ലാതെ. നമ്മൾ ഇങ്ങനെയാവണം, നമ്മുടെ മക്കൾ അങ്ങനെയാവണം, നമ്മുടെ കുടുംബം ഇങ്ങനെയാവണം, ഇതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നു. അത് നമ്മുടെ ബാധ്യതയാണ്, നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാലും നമ്മൾ വിചാരിച്ചതല്ലല്ലോ പലപ്പോഴും നടക്കുന്നത്. ചിലപ്പോൾ ആഗ്രഹിച്ചതിലേറെ കിട്ടും, ചിലപ്പോൾ ആഗ്രഹിച്ചതൊന്നും കിട്ടുകയില്ല. ഏതായിരുന്നാലും ഇവിടെ എവിടെയോ ഒരു നിയന്ത്രണം മുകളിൽ നിന്ന് നമുക്കുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ നിയന്ത്രണം. ആ നിയന്ത്രണത്തിന് കീഴ്പ്പെടുകയല്ലാതെ നിവൃത്തിയില്ല. വാപ്പയുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഇന്ന ആളുകളൊക്കെ മരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ
ഇന്ന കാര്യങ്ങൾ നടക്കുമായിരുന്നല്ലോ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ അതൊന്നുമല്ല നടക്കുന്നത്. നേരെമറിച്ച് അള്ളാഹുവിൻ്റെ നിയന്ത്രണം. ഈ നിയന്ത്രണമുള്ള ഈ ജീവിതം കുറച്ചു കാലം മാത്രമേ നമുക്കുള്ളൂ. ആയുസ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ചേ ഉള്ളൂ. ആ ആയുഷ്കാലം നമുക്ക് നമ്മുടെ പരലോകം രക്ഷപ്പെടുവാൻ, നമ്മുടെ കൂടെയുള്ള നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സുഹൃത്തുക്കളും നന്നായി തീരാൻ, നമുക്ക് എന്തെങ്കിലും നന്മ കിട്ടാൻ, ആർക്കൊക്കെ നമ്മൾ എന്തൊക്കെ നന്മ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള അവസരമായി നമ്മൾ ഈ ജീവിതത്തെ കാണണം. വെറുതെ നശിപ്പിച്ച് സമയം കളയരുത്, ആയുസ് നീക്കരുത്. നാളേക്ക് വേണ്ടി കരുതി വെക്കുന്ന ഒരു ജീവിതമാവണം. അൽ കയ്യിസ് മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസ് മൻ ഇത്തബഅ ഹവാഹു വതമന്ന അലല്ലാഹിൽ അമാനി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് മനുഷ്യന്മാരെ പറ്റി. ബുദ്ധിയുള്ള ആള് എന്ന് പറയുന്നത് കീഴൊതുങ്ങേണ്ടയിടത്ത് കീഴൊതുങ്ങി, കീഴ്പ്പെട്ട് പടച്ചവന്റെ മുമ്പിൽ കീഴ്പ്പെട്ടുകൊണ്ട് നാളേക്ക് വേണ്ടി വല്ലതും ബാക്കി വെക്കണം എന്ന നിലക്ക് ജീവിക്കുന്നവനേ ബുദ്ധിയുള്ളൂ. അവനാണ് ബുദ്ധിമാൻ. വൽ ആജിസ് എന്നാൽ ദുർബലൻ, ഒന്നിനും കൊള്ളാത്തവൻ എന്ന് പറയുന്നത് മൻ അത്ബഅ നഫ്സഹു ഹവാഹ, തോന്നിയതെന്തോ മുന്നിൽ കണ്ടതെന്തോ അതിന്റെ പിന്നാലെ പോയി ജീവിക്കുകയും വതമന്ന അലല്ലാഹിൽ അമാനി, ഒക്കെ പഠിച്ചോൻ ശരിയാക്കി തരും എന്ന് വെറുതെ കാത്തിരിക്കുകയും ചെയ്യുന്നവനാണ് ദുർബലൻ എന്നാണ്. അതുകൊണ്ട് നമ്മളൊരു ദുർബലന്മാരായി മാറരുത്. ഞാൻ എത്ര കാലം ജീവിച്ചാലും അതെനിക്ക് ഉപകാരമായിരുന്നു, മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടുന്ന ആയുസ്സായിരുന്നു എൻ്റേത് എന്ന് നാം ഉറപ്പ് വരുത്തണം. അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ നീങ്ങിപ്പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഈ ആരോഗ്യം നിലനിൽക്കണം, ഈ സൗകര്യങ്ങളും സുഖങ്ങളും നിലനിൽക്കണം. അത് മനുഷ്യന്റെ ഒരു ആവശ്യമാണ്. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത ലഹു ദുനിയ ബിമാ ഫിഹാ. നേരം പുലർക്കുമ്പോൾ സമാധാനപരമായി വീട്ടിൽ നിന്ന് ഉറങ്ങി എഴുന്നേൽക്കാനുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷമാണ് ഒരാൾക്കുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജനസമൂഹത്തിനുള്ളതെങ്കിൽ, മുആഫൻ ഫീ ജസദിഹി, സ്വന്തം ശരീരത്തിന് താങ്ങി എഴുന്നേറ്റ് നിർത്താൻ മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വയം എഴുന്നേറ്റ് നിൽക്കാനുള്ള ആഫിയത്താണ് ഒരാൾക്ക് അല്ലാഹു നൽകിയതെങ്കിൽ, ഇൻദഹു ഖൂതു യൗമിഹി, അന്നത്തെ ഭക്ഷണത്തിന് എവിടെയെങ്കിലും പോയിട്ട് കിട്ടിയിട്ട് വേണം എന്ന് ആലോചിക്കാതെ അവന്റെ കയ്യിൽ അന്നത്തെ ഭക്ഷണത്തിനുള്ളതെങ്കിലും ഉണ്ടെങ്കിൽ ഫകഅന്നമാ ഹീസത ലഹു ദുനിയ ബിമാ ഫിഹാ, ദുനിയാവ് അതിന്റെ എല്ലാം അടിയോടെ നിനക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? ജീവിതത്തിനെ നമ്മൾ പഠിക്കണം എന്നാണ്. നമുക്കറിയാമല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. മക്കയിലെ ജീവിതം കഷ്ടപ്പാടിലാണ്, ഒളിച്ചും പാർത്തും ജീവിച്ചു. ഒരു ദിവസവും നേരം പുലരുമ്പോൾ സമാധാനത്തോടുകൂടിയല്ല അദ്ദേഹം നേരം പുലർന്നത്. അത്രമാത്രം ഭയപ്പാടിലും ഒറ്റപ്പെട്ടും ദാറുൽ അർഖമിൽ രഹസ്യമായി ഒളിഞ്ഞു കഴിയുകയായിരുന്നു. പിന്നീട് മദീനയിലെത്തി 6 കൊല്ലക്കാലം യുദ്ധമില്ലാത്ത, അക്രമങ്ങൾ വരാത്ത, മദീനയെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് വിവരമില്ലാത്ത ഒരു ദിവസം പോലും ഹുദൈബിയ 6ാമത്തെ കൊല്ലം വരെ, ഹുദൈബിയ സന്ധി വരെ പ്രവാചകൻ അനുഭവിച്ചിട്ടില്ല. ജീവിതത്തിന്റെ എന്നും നെട്ടിയുണരുന്ന ജീവിതം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ചു കഴിഞ്ഞിട്ടാണ് ആ ജീവിതത്തിനൊരു സമാധാനം കിട്ടിയത്. ഇന്ന് ഫലസ്തീനിന്റെ കാര്യം ഓർക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഗസയിലെ നമ്മുടെ മക്കൾ, ചെറിയ പിഞ്ചു പൈതങ്ങൾ, അവിടെയുള്ള സ്ത്രീകളും കുട്ടികളും മനുഷ്യന്മാരും, അക്രമികളും ധിക്കാരികളും ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിയായിരിക്കാം, അവരെ ആക്രമിക്കപ്പെടേണ്ടതാണ്, അവരെ പിടിച്ചു കെട്ടേണ്ടതാണ്. പക്ഷേ ആ നാട്ടിലെ
കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരുടെ ദുരിതം എത്രയാണ്. നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരും ലോകത്തുള്ളവരെല്ലാം കണ്ണുനീരൊഴുക്കി അവർക്ക് മരുന്നും അവർക്ക് ആഹാരങ്ങളും ഉടുക്കാൻ വസ്ത്രങ്ങളുമായി പോകുന്നവർ വരെ തടഞ്ഞു നിർത്തുന്ന ധിക്കാരത്തിന്റെ പാരമ്യതയിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലും അവരെ തുടർന്ന രാജ്യങ്ങളും ഉള്ളത്. എത്രമാത്രം ദുരിതമാണ് ഒരു സമൂഹം അനുഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൽ വിശ്വാസികളായി പോയി, മുസ്ലിങ്ങളായി പോയി ആ സമൂഹം എന്നതുകൊണ്ടാണ് ജനിച്ചു വീണ പിറന്നു വീണ കുഞ്ഞിന് ജീവിക്കാൻ കഴിയാതിരുന്നത്, പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നത്. സഹോദരങ്ങളെ, ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് ആ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. നാം ഈ ജീവിതത്തെ വിലയിരുത്തണം. ജീവിതത്തെ നമ്മൾ ആടിപ്പാടി തിമിർത്ത് തകർത്ത് ആഹ്ലാദിച്ച് തകർക്കാനുള്ളതല്ല. പഠിച്ചവനോടുള്ള ബാധ്യത നിർവഹിച്ച് മരിച്ചു പോകാനുള്ളവരാണ് നമ്മളൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു എല്ലാ സമയത്തും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹമ്മുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖതിക. ഈ ദുരിതങ്ങൾക്കിടയിൽ ജീവിച്ചിട്ടും ആ ദുരിതങ്ങളോടൊപ്പം പ്രവാചകന്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? ആ പ്രാർത്ഥന നമുക്കൊക്കെ വേണം. യഥാർത്ഥത്തിൽ ദുരിതത്തിന്റെ കയ്പ് നീർ അറിയുന്നവരല്ല നമ്മളാരും, നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നവരൊക്കെ. പക്ഷേ ഈ ലോകം ദുരിതത്തിൽ തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ദുരിതത്തിലേക്കാവും പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. അല്ലാഹുവേ, നീ തന്ന അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. പഠിച്ചവൻ നമുക്ക് നൽകിയ അനുഗ്രഹം എന്താണ്? നമ്മുടെ വീടോ, നമ്മുടെ പറമ്പുകളോ, നമ്മുടെ മക്കളോ, നമ്മുടെ കയ്യിലിരിപ്പുള്ള നമ്മുടെ സമ്പത്തോ അല്ല അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം. ഒന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എണ്ണി പറഞ്ഞു കൊടുത്തു അല്ലാഹു തആല, വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ അലം യജിദക വലം ഫഹദാ വവജദക ആയിലം ഫഅഗ്നാ. നീ പിഴച്ചു പോയിരുന്നവനായിരുന്നു. മക്കാരാജ്യത്ത് 40 കൊല്ലം ഖുറൈശികൾക്കിടയിൽ എപ്പോഴും പിഴക്കാൻ സാധ്യതയുള്ള ഒരു ജീവിതത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാനുള്ള, അതനുസരിച്ച് ജീവിക്കാനുള്ള ഹിദായത്ത് കിട്ടി എന്നതാണ് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. മദീനക്കാര് പ്രവാചകനോട് സൗകര്യങ്ങളും സമ്പത്തും ആവശ്യപ്പെട്ടു. അൻസാരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തിനാണ് സമ്പത്ത്, എന്തിനാണ് സൗകര്യം? അതൊക്കെ അള്ളാഹു തരുമ്പോൾ അത് വാങ്ങിയാൽ പോരെ. നിങ്ങൾക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ നിഅമത്ത്, നിങ്ങൾ പാപികളായി ജീവിച്ചിരുന്നു, നിങ്ങൾ വിശ്വാസികളായിരുന്നില്ല. നിങ്ങൾ വിശ്വാസികളായി എന്നതല്ലേ നിങ്ങൾക്ക് അള്ളാഹു തന്ന ഏറ്റവും അനുഗ്രഹം. ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്ത് ബാക്കിയുള്ളതിന് കാത്തിരുന്നുകൂടെ എന്നാണ്. കാത്തിരിക്കാനാ പറഞ്ഞത്. സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബിമാർക്ക് കൊടുത്ത, സിദ്ദീഖുമാർക്ക് കൊടുത്ത, രക്തസാക്ഷികൾക്ക് കൊടുത്ത, നല്ലവരായ മനുഷ്യർക്ക് കൊടുത്ത സന്മാർഗം ഈമാൻ എന്നാണ്, ദീനാണ് നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹം. ആ ദീന് വിട്ടിട്ട് മറ്റ് ഏത് സന്തോഷത്തിന്റെയും ആർഭാടത്തിന്റെയും പിന്നാലെ പോകല് ബുദ്ധിയല്ല. വഅത്മംതു അലൈക്കും നിഅമതി അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. എന്റെ നിഅമത്ത് അത് ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നു, നിങ്ങളൊക്കെ സമ്പന്നന്മാരാക്കിയെന്നോ, നിങ്ങളൊക്കെ അധികാരികളാക്കിയതെന്നോ, നിങ്ങളുടെ കീഴിൽ ഒരുപാട് രാഷ്ട്രങ്ങളെ ഞാൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു എന്നല്ല അല്ലാഹു തആല അവിടെ എണ്ണി പറയുന്നത്. അവസാനത്തെ ഹജ്ജിന്റെ സമയത്ത് നബിക്കിറങ്ങിയ ആയത്താണ്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ഞാൻ എന്റെ നിഅമത്ത് നിങ്ങൾക്ക് പൂർത്തീകരിച്ചു. ഈ ഖുർആൻ അതായത് നിങ്ങൾക്ക് നൽകിയ നിഅമത്ത്, ഈ ദീനാണ് അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ നിഅമത്ത്.
ആ മതം നമ്മൾ ആ മതത്തിന് കേടുപറ്റാതെ അതിലുള്ള വിശ്വാസത്തിൽ, അതിന്റെ ആചാരങ്ങളിൽ, കർമ്മങ്ങളിൽ, ഫർളുകളിൽ, സുന്നത്തുകളിൽ, അതിന്റെ മര്യാദകളിൽ, അതനുസരിച്ചുള്ള വിശ്വാസിയായ ജീവിതത്തിന് കേടുപറ്റാതിരിക്കണം. അതാണ് അല്ലാഹു തആല നൽകിയ നിഅമത്ത്. നബി പ്രാർത്ഥിക്കുന്നത് അതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ സവാലി നിഅമതിക. അല്ലാഹുവേ, നീ തന്ന നിഅമത്ത് നീക്കിക്കളയരുത്. അതിന് താഴെയാണ് ബാക്കിയൊക്കെ നിഅമത്ത്. അതൊക്കെ പോയാലും ദീൻ എന്ന നിഅമത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ദുരിതത്തിലാവുക, അതല്ലെങ്കിൽ നിരാശയിലാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ സവാലി നിഅമതി വതഹവ്വുലി ആഫിയതിക. അല്ലാഹുവേ, നീ തരുന്ന ആഫിയത്ത്, ജീവിതത്തിലുള്ള ഒരു സുഖം, അതാണ് ആഫിയത്ത്. ഒരു സുഖം, തിന്നാനും കുടിക്കാനും ഇല്ലെങ്കിലും സമാധാനത്തോടുകൂടി കഴിയാനുള്ള ഒരാഫിയത്ത്, അതാണ് നബി പറഞ്ഞു. യഖീൻ, യഖീനിന്റെ ശേഷം അല്ലാഹു തആല മനുഷ്യന് നൽകിയ ഇന്ന അഹദക്കും ലയുഅത ബഅദൽ യഖീൻ ഖൈറൻ മിനൽ ആഫിയ. നിങ്ങൾക്ക് ഈമാനുണ്ടോ? ആ ഈമാൻ കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ ഏറ്റവും ഖൈറായ കാര്യം ആഫിയത്താണ്. മര്യാദക്ക് ജീവിക്കാൻ കഴിയുക, എല്ലാ കാര്യത്തിലും ആഫിയത്ത്. അതിനൊരുപാട് ഘടകങ്ങളുണ്ട്. ആഫിയത്തോടുകൂടി കാര്യങ്ങൾ ഒരു സുഖത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു കഴിവ്, അത് ആഹാരത്തിലും വസ്ത്രങ്ങളിലും നമ്മൾ പാനീയങ്ങളിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനസ്സിന്റെ ആഫിയത്ത് നിലനിൽക്കേണ്ടതുണ്ട്. തിന്നാനും കുടിക്കാനും ഇല്ലെങ്കിലും മനസ്സിനെങ്കിലും ആഫിയത്തുള്ള, സമാധാനമുള്ള മനസ്സായിരിക്കണം. മനസ്സിന്റെ ആഫിയത്ത് കിട്ടല് വിശ്വാസം കൊണ്ടാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ ഓർക്കുമ്പോഴാണ് മനസ്സിന് ആഫിയത്ത് കിട്ടുക. അല്ലാഹുവിനെല്ലാം അർപ്പിക്കുക. അവർക്ക് അത്രയുണ്ട്, ഇവർക്ക് ഇത്രയുണ്ട് എന്ന് ചിന്തിച്ചിരിക്കുന്നവന് ഒരിക്കലും മനസ്സിന് സുഖം കിട്ടില്ല. പടച്ചവന് എനിക്ക് ഇത്ര തന്നിട്ടുണ്ട്, അതെനിക്കുണ്ടല്ലോ, അല്ലാഹു തന്നതിൽ തൃപ്തി അടയുന്ന ആ ഒരു മനോഭാവം എല്ലാം നൽകിയിട്ടില്ലെങ്കിലും പടച്ചവൻ ഒരു തീരുമാനമുണ്ടാകും. അള്ളാഹുവിന്റെ ഖദാഇന്റെ അപ്പുറം മറ്റൊന്നും ഉണ്ടാകുകയില്ല എന്ന തവക്കുല്, അള്ളാഹുവിനോടുള്ള തവക്കുൽ, ബലമേൽപ്പിക്കൽ, ഇതൊക്കെയാണ് അള്ളാഹു നമുക്ക് നൽകുന്ന ആഫിയത്ത്, മനസ്സിന്റെ ആഫിയത്ത്. അതോടൊപ്പം ശരീരത്തിന്റെ ആഫിയത്തും അതെപ്പോഴും നിലനിർത്തണമെങ്കിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത അത് മറന്നു കളയരുത്. വിദ്വേഷങ്ങളും അസൂയകളും മറ്റുള്ളവരുടെ ഒപ്പമെത്തണമെന്നുള്ള ആർത്തികളും ജീവിതത്തിൽ നിന്ന് മാറ്റി അള്ളാഹുവിന്റെ ഖദാഇൽ വിശ്വസിക്കുമ്പോഴാണ് ആഫിയത്ത് കിട്ടുക. അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോഴാണ് മനസ്സിന് ആഫിയത്ത്, മനസ്സിന്റെ സമാധാനമാണ് ശരീരത്തിന്റെയും ആഫിയത്ത്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് വഫുജാഅത്തി നിഖ്മതിക, പെട്ടെന്നുള്ള അള്ളാഹുവിന്റെ ശിക്ഷ, മരണം അല്ലെങ്കിൽ ശിക്ഷ, അതേതായിരുന്നാലും പെട്ടെന്ന് വരിക. പടച്ചവനെ ഓർക്കാതെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അങ്ങോട്ട് മരിച്ചു പോകുന്നു. എത്രമാത്രം നഷ്ടമാണ് ആ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അഥവാ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ്, ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്നതിനിടയിലാണ് നാം മരിക്കുന്നതെങ്കിൽ അത്രയെങ്കിലും സമാധാനിക്കാം, ഉള്ള കാലം നന്നായി ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. എപ്പോഴും മരണം മനുഷ്യനെ പിടികൂടാതിരിക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷ അത് മരണമായിട്ട് വരാം, അല്ലെങ്കിൽ രോഗമായിട്ട് വരാം. രോഗമായി കിടന്നിട്ട് ആരോഗ്യമുള്ള കാലത്ത് അത് ചെയ്യാമായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു, അത്ര ദാനധർമ്മം ചെയ്യാമായിരുന്നു, ഇത്രയൊക്കെ ഇബാദത്ത് ചെയ്യാമായിരുന്നു, ഒന്ന് നിഷ്ഠ പുലർത്താമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ആരോഗ്യമുണ്ടാകുമ്പോൾ, ആയുസ്സുണ്ടാകുമ്പോൾ, സൗകര്യമുണ്ടാകുമ്പോൾ നാം ജീവിതത്തിനെ കാണണം, ജീവിതത്തിനെ വിലയിരുത്തണം. എന്നിട്ട് തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ടുള്ള ഒരു ജീവിതം, അതാണ് ഫുജാഅത്തുൻ നിഖമ. പെട്ടെന്ന് അള്ളാഹുവിന്റെ കോപം വന്ന് നശിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വകം മിൻ ഖറിയത്തിൻ ബത്തിറത്തു മഈശതഹ, എത്രയെത്ര ഗ്രാമങ്ങളാണ് നിങ്ങളുടെ ചുറ്റുഭാഗത്തും നിങ്ങൾ കാണുന്നത്. ബത്തിറത്തു മഈശതഹ, അവരുടെ ജീവിതത്തിൽ അവർ വഴിവിട്ട് അഹങ്കരിച്ച് ആർഭാടത്തോടുകൂടി ജീവിച്ചു. അങ്ങനെ അവരുടെ ജീവിതം അവസാനിച്ചപ്പോൾ എന്തായിരുന്നു അവസ്ഥ? ഫതിൽക മസാകിനുഹും ലം തുസ്കൻ മിൻ ബഅദിഹിം ഇല്ലാ ഖലീല.
ആ വഴിവിട്ട് ജീവിച്ച മനുഷ്യന്മാർ താമസിച്ചിരുന്ന ഇടങ്ങളൊക്കെ പിന്നീട് ആരും താമസിക്കാനുണ്ടായില്ല, ആരും അവിടെ ആഹ്ലാദിക്കാനുണ്ടായില്ല. അതിൽ പലപ്പോഴും വിജനമായി കിടക്കുകയാണ്. അറബികളോട് പറയാ, യമനിലേക്കും ഷാമിലേക്കും യാത്ര പോകുന്നവരെ കാണുന്നതായിരുന്നു ആളും പാളും ബഹളങ്ങളും കൂട്ടും കുടുംബങ്ങളുമായി ആർമാദിച്ച് ആഹ്ലാദിച്ച് ജീവിച്ചിരുന്ന പല പ്രദേശങ്ങളും നിശബ്ദതയിൽ അങ്ങനെ ഒതുങ്ങിക്കൂടുകയാണ്. ആരുമില്ല താമസിക്കാൻ. അത് നോക്കിയിട്ടാ പറയുന്നത്, എത്ര എത്ര വീടുകളാണ് സന്തോഷവും സുഖവും ഒക്കെ ഉണ്ടായിരുന്ന നമ്മുടെയൊക്കെ പരിസരത്തുള്ള വീടുകൾ എല്ലാം ദുഃഖം തളം കെട്ടി നിൽക്കുന്ന വീടുകളായില്ലേ? ഇതൊക്കെയാണ് ലോകം എന്ന് പറയുന്നത്. ഒരു കാലത്ത് ആർഭാടങ്ങളും ആഹ്ലാദങ്ങളും ആളും അർത്ഥവും ഉണ്ടായിരുന്നത്. ഇന്ന് നെടുവീർപ്പുകൾ മാത്രമുള്ള ജനവാസ കേന്ദ്രങ്ങൾ ഉണ്ടായില്ലേ, വീടുകൾ ഉണ്ടായില്ലേ? എത്ര എത്ര ലോകത്തെ എത്ര എത്ര പ്രദേശങ്ങളും ഭൂഖണ്ഡങ്ങളുമാണ് ദുഃഖങ്ങൾ താണ്ടിക്കൊണ്ട് മാത്രം ഒരു ദിവസം പോലും സന്തോഷിക്കാൻ കഴിയാതെ ജീവിക്കുന്നത്. അള്ളാഹ് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. എത്ര എത്ര നാടുകളുണ്ട്, ബത്തിറത്ത് മഈശതഹ, അതിന്റെ ജീവിതം വഴിവിട്ട് ജീവിച്ചു. ഫതിൽക മസാകിനുഹും, അവരുടെ ആ താമസ ഇടങ്ങൾ അതാ ലം തുസ്കൻ മിൻ ബഅദിഹിം, ആരും പിന്നീട് താമസിക്കാത്ത പോലെയായി. എന്നിട്ട് പറയാ ഇല്ല ഖലീലൻ, അല്പമല്ലാതെ വകുന്നാ നഹ്നുൽ വാരിസീൻ, എല്ലാത്തിനും ഞാനാണ് അനന്തരമെടുക്കുന്നവൻ. നമ്മളാരും ഈ ലോകത്തെ അനന്തരമെടുക്കുന്നില്ല, അല്ലാഹു തആലയാണ് എല്ലാം അനന്തരമെടുക്കുന്നവൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകന്റെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റാതെ, പ്രവാചകന്റെ മാർഗത്തിൽ നിന്ന് തെറ്റാതെ കഴിയുന്നത്ര ജീവിക്കുകയും ചുറ്റുഭാഗത്തുമുള്ള ദുരന്തങ്ങളുടെയും ദുരിതങ്ങളുടെയും അനുഭവങ്ങൾ പാഠം പഠിച്ചുകൊണ്ട് അതിൽ നിന്ന് ജീവിതത്തിനെ പുതിയതായി നമ്മൾ തിരിഞ്ഞു നോക്കാൻ അവസരം കാണുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്. അതാണ് അല്ലാഹു ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. നിഅമത്ത്, ഇതെന്ന നിഅമത്ത് അത് ഈമാനും ദീനുമാണ്, അത് നീങ്ങിപ്പോകരുത്. വതഅവ്വുലി ആഫിയതിക, അള്ളാഹു നമുക്ക് നൽകിയ ശരീരത്തിന്റെയും മനസ്സിന്റെയും സുഖങ്ങൾ അത് നീങ്ങിപ്പോകാതിരിക്കാൻ ഞാൻ എന്നോട് രക്ഷ തേടുന്നു. അശ്രദ്ധമായി അന്യായമായി തോന്നിവാസിയായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന നിലയിൽ കണ്ണു ചിമ്പുന്ന അള്ളാഹുവിന്റെ നിഖ്മത്ത് ശിക്ഷ പെട്ടെന്ന് വരുന്നതിൽ നിന്ന് ഞാൻ എന്നോട് രക്ഷ തേടുന്നു. നാലാമതായി നബി പഠിച്ചത് സഹത്തിക്ക, നിന്റെ എല്ലാ തരത്തിലുള്ള കോപങ്ങളും, അള്ളാഹുവിന്റെ കോപം വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലുള്ള, ആരാധനാക്രമങ്ങളിലുള്ള, ഹറാമും ഹലാലും വേർതിരിച്ച് ജീവിക്കുന്നതിലുള്ള നമ്മുടെ കഴിവുകളും അശ്രദ്ധയും അള്ളാഹു നിശ്ചയിച്ച പരിധിക്കപ്പുറം ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അഹങ്കരിക്കുന്നവരെയും ദുരഭിമാനികളെയും അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല. അല്ലാഹുവിനെയും ദീനിനെയും മനുഷ്യരെയും വഞ്ചിക്കുന്ന ആളുകളെ അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല. നാട്ടിൽ ഫിത്നയുണ്ടാക്കുന്ന, ഫസാദ് ഉണ്ടാക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല. അല്ലാഹുവിനെ മറന്ന് ആഹ്ലാദിക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല. അല്ലാഹു തന്ന നിഅമത്തുകൾക്ക് നന്ദികേട് കാണിക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല. അത്തരം അള്ളാഹുവിന്റെ സഖത്തുകളിൽ നിന്ന്, കോപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ശ്രമിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ഈ പ്രാർത്ഥനയിൽ കൂടി നമ്മളെ പഠിപ്പിച്ചത്. ഇതനുസരിച്ച് ജീവിക്കാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ച് മരിക്കാനും സമൂഹത്തിലും ചുറ്റുപാടുകളിലും കാണുന്ന അനുഭവങ്ങളിലും അതുപോലെ സംഭവങ്ങളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി മാപ്പാക്കി തരുമാറാവട്ടെ.
ലോകത്തെല്ലായിടത്തും സമൂഹത്തിലെല്ലാം നടന്നു വരുന്ന അക്രമികളെ അല്ലാഹു തആല കൈപിടിച്ച് നശിപ്പിക്കുമാറാവട്ടെ. അവരുടെ അക്രമങ്ങളിൽ നിന്ന് നിരപരാധികളായ മനുഷ്യന്മാരെ അല്ലാഹു തആല രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വർഹംനാ വഗ്ഫിർ ലനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.